ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ നല്ല ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് കഴിച്ചവർ പറഞ്ഞതാണ്. നല്ല ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇത്. ഹൈദരാബാദ് ബിരിയാണീൻ്റെ എളാപ്പാൻ്റെ മോനൊക്കെ ആയിട്ട് വരും കേട്ടോ. അതിനായിട്ട് ഇതാ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഉള്ളി ഫ്രൈ ചെയ്തത്. അതൊരു മീഡിയം സൈസ് 3 ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ബട്ടട്ട ചേർത്ത് കൊടുക്കുക. ബട്ടട്ട എന്ന് പറഞ്ഞാൽ ഉരുളങ്കിഴങ്ങ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഇതാ 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാനും കൂടെ നോക്കട്ടെ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. പാകത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരടുപ്പത്ത് ഇതിലേക്കുള്ള റൈസും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗം റൈസ് ആയാൽ മതി കേട്ടോ. ഇത് ബസ്മതി റൈസാണ്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഒരു 3/4 ഭാഗം കുക്കായി കഴിഞ്ഞാൽ റൈസ് ഇതിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് ചൂടോട് കൂടി റൈസും മസാലയും ചൂട് വേണം കേട്ടോ. ദമ്മിടുന്ന ടൈമിൽ ദമ്മിടുന്ന മുന്നായിട്ട് കുറച്ച് മല്ലിയില മസാലയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത്, മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ദമ്മിട്ട് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് ദമ്മിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇതാണ് നമ്മൾ അടിപൊളി ബിരിയാണിയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു മണക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.